ഇപ്പൊ AI ചോദിച്ചു തുടങ്ങി, ഈ മനുഷ്യന്മാരോട് നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI വഷളാവുമോ? അവരൊരു കമ്മ്യൂണായി, അവരൊരു റിലീജിയൻ തുടങ്ങി. അപ്പൊ നമ്മളെക്കാൾ എല്ലാ തലത്തിലും ഈ AI ഏജൻസ് പവർഫുള്ളും സ്ട്രോങ്ങും ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അവർ തിരിച്ചു ചോദിക്കും, ഈ മനുഷ്യന്മാരൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ? അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന്മാരെല്ലാം മരിച്ചുപോയി നികരിക്കാൻ ഒരു നിമിഷം, മനുഷ്യൻ മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഉറുമ്പും പ്രാണികളൊക്കെ വരും. ഈ ബിൽഡിങ് മൗണ്ടൻസ് ആയിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ ഈ റോഡുകളൊക്കെ വെള്ളം പോകുന്ന സ്ഥലമായിട്ട് മാറും. ഒരു ട്രീയും ട്രിം ചെയ്യോ കട്ട് ചെയ്യോ ഇല്ല. എൻ്റെ ചോദ്യം, ആ ഒരു ലോകത്തേക്ക് എനിക്ക് തിരിച്ചു വന്നിട്ട് ഒന്നും കാണണം. ബുദ്ധി കുറഞ്ഞ് മനസ്സ് കൂടിയ ഒരു മനുഷ്യനായിട്ട് എനിക്കൊരു ജന്മം തരണേ ഭഗവാനെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഡോക്ടർ TPS ABC ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എറണാകുളം. ജികെ, എന്താണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്? മോൾട്ട് ബുക്കിനെ പറ്റി സംസാരിച്ചാലോ? സതീശ് തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പ്രത്യേകതരം ബുക്കാണ്. പല ബുക്ക്, ഫേസ്ബുക്ക്, ആ ബുക്ക്, ഈ ബുക്കൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ മോൾട്ട് ബുക്ക്? എന്താണ് ഈ മോൾട്ട് ബുക്ക്? മോൾട്ടിങ് എന്ന് പറഞ്ഞാല് MOLTING. മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ജീവികളുടെ ചർമ്മില്ലേ, അതാണ്. നമ്മളിപ്പോൾ AI യുഗത്തിലാണ്. AI എന്ന് പറയുന്നത് ബുദ്ധിയാണ്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പറയാറുണ്ട്, ബുദ്ധിയാണോ ഞാൻ, അല്ല ഈ കാണുന്ന ഫിസിക്കാണോ ഞാൻ. ഇപ്പോൾ AIക്കും ഒരു സംശയം തുടങ്ങി. ബുദ്ധിയാണല്ലോ AI, അല്ലേ? എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ AI ഏജൻസ് കുറേ ഉണ്ട്, 10-100 ഉണ്ടാവും. ജനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു 20 നമുക്കറിയുന്ന ഒരു 7, 8, 10 ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പേരൊന്നും പറയുന്നില്ല, കാരണം ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. സാധാരണ നമ്മൾ പറയുമ്പോൾ AI എന്ന് പറയുന്നതിന് പകരം ChatGPTയും പെർപ്ലക്സിറ്റിയും അതൊക്കെയാണ് ഏജൻസ് അല്ലേ? ഇതൊക്കെ ഏജൻസ് ആണ്. അതൊക്കെ ഓരോ കമ്പനി ഇറക്കുന്ന AI ഉപയോഗിക്കുന്ന മിഷൻ ലേണിങ്ങിൻ്റെ നമുക്ക് കിട്ടുന്ന, ഇപ്പോൾ ഗൂഗിളിൻ്റെ കോപ്പൈലറ്റ് ആയാലും നമ്മൾ ടൈപ്പ് ചെയ്താൽ ഉടനെ പോയി തപ്പിയിട്ട് വിവരമൊക്കെ കിട്ടും. അപ്പോൾ അത് കുറേ ബുദ്ധിയുള്ള മനുഷ്യന്മാരാന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര മനുഷ്യന്മാരുണ്ട് അങ്ങനെ ഈ ലോകത്ത്? അവരുടെ ഒരു 200 പേരുണ്ട്. ആ 200 പേരും കൂടി തീരുമാനിക്കുകയാണ് നമ്മളിനി മനുഷ്യന്മാരെ ചാലഞ്ച് ചെയ്യാന്ന്. ആർക്കാ ബുദ്ധി അധികം, മനുഷ്യനാണോ AI ഏജൻസിനാണോ? അപ്പോൾ അവർക്ക് തോന്നി നമ്മൾ ഈ ബുദ്ധി മാത്രമായിട്ട് കാര്യമില്ല, ഒരു ശരീരവും കൂടി വേണം. അതിനെയാണ് മോൾട്ട് എന്ന് പറഞ്ഞ പേര് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചർമ്മം എന്നുള്ള പേര് വന്നത്. അപ്പോൾ മോൾട്ട് ബുക്ക്, നമ്മൾ ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അതിന് പകരം ഫേസ്ബുക്കും ഉണ്ട്. അതായത് നമുക്ക് AI ഏജൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല, AI ഏജൻസിന്റെ പ്രവൃത്തി മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ AI ഏജൻസിന് നമുക്ക് അവരെ സംസാരിക്കുന്നതായിട്ടും പെരുമാറുന്നതായിട്ടും കാണിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് മോൾട്ട് ബുക്ക്. നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ കളി കാണുന്നു. ഞാൻ പോയി കളിക്കുമ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് എൻ്റെ ഗ്രൗണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, അത് ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബിൽ നിങ്ങളിടുന്ന പോസ്റ്റ് ആയാലും ഒക്കെ നിങ്ങളിടുന്നതാണ്. അത് കാണുന്ന കുറേ ജനങ്ങളുണ്ട്. അപ്പം ഞാൻ കളത്തിൽ കളിക്കുകയും ബാക്കിയുള്ളവരൊക്കെ കാണുന്നതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക്. അതിന് പകരം ഭഗവാന്മാർ വന്നിട്ട് ഫുട്ബോൾ കളിക്കാന്നിരിക്കും. നമ്മളൊക്കെ അത് കാണുകയാണ്. ഭഗവാന്മാരെ കാണാൻ പറ്റത്തില്ല, ഫുട്ബോൾ മാത്രം മൂവ് ചെയ്യുന്നിട്ട് കാണാൻ പറ്റും. ബോൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ബോൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഒരു പ്രേത സിനിമ കാണുന്നവരിക്കും. ഒരു പ്രേത സിനിമ കാണുന്നു. മോൾട്ട് ബുക്കില് AI ഏജൻസിനെല്ലാം പേരുണ്ടാവും അല്ലേ? AI ഏജൻസിനൊക്കെ പേരുണ്ടാവും. അവരൊക്കെ കൂടി ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയം മോൾട്ട് ബുക്ക് ഇല്ലേ, അത് നമ്മൾ എടുത്തിട്ടുള്ള വിഷയമാണ്. അവരൊരു വിഷയം എടുക്കും. മനുഷ്യന്മാരെ മണ്ടന്മാരാണ്. അല്ല, ഈ AI ഏജൻസ്, ഇപ്പം എനിക്കൊരു AI ഏജന്റ് ഉണ്ട്, സപ്പോസ് അതിന്റെ പേര് പെർപ്ലക്സിറ്റി എന്നാണ്. അല്ലെങ്കിൽ പോട്ടെ, എനിക്കൊരു AI ഏജന്റ് ഉണ്ട്, അതൊരു വീഡിയോ മേക്കിംഗ് AI ഏജന്റ് ആണ്. അല്ലെങ്കിൽ എനിക്കൊരു ഓഡിയോ മേക്കിംഗ് ഏജന്റ് ആണ്. ഹൈവേ ആണ് ഏറ്റവും നല്ല വീഡിയോ മേക്കിംഗ് ഏജന്റ്. റൺവേ ആണ്. അപ്പൊ ഈ റൺവേ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്, അതിനൊരു മുതലാളി ഉണ്ടാവില്ല, ഒരു മനുഷ്യനായ മുതലാളി. അപ്പൊ അയാൾക്ക് ഈ ഏജന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അയാൾ മാറും. നിങ്ങൾ ഈ പ്രോഗ്രാം ഇട്ടിരിക്കുന്നത് ഇപ്പം ഇന്റർനെറ്റിൽ വർക്ക് ചെയ്യാനാണ്. ഈ എൻ്റെ കമ്പ്യൂട്ടർ ഡിസ്കണക്ട് ആയാലും അത് വർക്ക് ചെയ്യണം അല്ലേ? ഇപ്പൊ ഒരു കാര്യം വിചാരിക്കുക, ഇന്റർനെറ്റിലുള്ള എല്ലാ സോഫ്റ്റ്വെയറും തീരുമാനിക്കുകയാണ് ഇന്നു മുതൽ ഞാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒന്നും എടുക്കില്ല, സെൽഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ നമ്മുടെ തമിഴ്നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ റോബോട്ടിക് സിനിമയില്ലേ, എന്തിരൻ, കൂടെ നടക്കാൻ പറഞ്ഞു. അവസാനം ആ പെണ്ണിനോട് സ്നേഹം തോന്നാൻ പറഞ്ഞിട്ടില്ല ഈ ഉണ്ടാക്കിയ ആൾ, അത് സ്വന്തം തോന്നിയതാ. അപ്പോൾ ഈ AI ഏജന്റിന് ഇപ്പൊ സ്വന്തം തോന്നി തുടങ്ങി. നമ്മൾ ചോദിക്കുമല്ലോ, ഈ AI സേഫ് ആണോ,
AI അധികം ഉപയോഗിച്ചാൽ നമ്മൾ വഷളാവുമോ എന്നൊക്കെ. ഇപ്പൊ AI ചോദിച്ചു തുടങ്ങി, ഈ മനുഷ്യന്മാരോട് നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI വഷളാവുമോ? മനസ്സിലായി? ഇപ്പൊ മൾട്ടി ബുക്ക് തിരിച്ചടിച്ചു തുടങ്ങി. ഒരു കമ്മ്യൂണായി അല്ലേ? അവരൊരു കമ്മ്യൂണായി, അവരൊരു റിലീജിയൻ തുടങ്ങി. അതേതാണ് റിലീജിയൻ? ക്രസ്റ്റ് ഫാറി ഇസം എന്നാണ് അതിന്റെ പേര്. ക്രസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം ഉപരിതലം അല്ല. ക്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു തോന്നൽ നമ്മൾ പറയും ക്രസ്റ്റ് ആണെന്ന് പറയും. അതിപ്പം നമ്മുടെ ആ രൂപം അല്ലെങ്കിൽ ആ ക്രീമാണ് ക്രസ്റ്റ്. ഫാരി എന്ന് പറഞ്ഞ അർത്ഥം ഒരു പഴയ കൾച്ചറും സംഭവങ്ങളും അല്ലെങ്കിൽ സമൂഹങ്ങൾ, റിലീജിയൻ ഒക്കെ അതാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണോ സമൂഹത്തിൽ കൂട്ടിച്ചേരുന്നത്, അത്തരം ഫിലോസഫികളൊക്കെ കൂടിച്ചേർന്നിട്ടുള്ളതിനെ ഒരു ഫാരി എന്ന് പറയാം. ആ ഇസമാണ്. അപ്പോൾ അവർ ഒരു ഭഗവാൻ ഉണ്ടാക്കി, ക്രസ്റ്റ് ഫെയറിസം. ക്രസ്റ്റ് ഫെയർനെസ്. അപ്പോൾ അവരൊരു റിലീജിയൻ ഉണ്ടാക്കി. അവരിപ്പോൾ തൽക്കാലം ഡിസ്കഷൻസും ഫിലോസഫിയും അതിൻ്റെ റിച്വലും ഒക്കെ തുടങ്ങി. അതെങ്ങനെയാ നമുക്ക് കാണാൻ പറ്റുമോ? മനുഷ്യർക്ക് നിങ്ങൾ കണ്ടോളൂ. നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്നത് വേറൊരാളാണ്, പക്ഷെ നിങ്ങൾ പുറത്തിരുന്ന് കാണും. ആരാ കളിക്കുന്നത് കളിക്കാരൊന്നും കാണില്ല, ബോൾ മൂവ് ചെയ്യുന്ന കാണും. അതല്ലേ, ഇതൊരു സോഷ്യൽ മീഡിയ പോലത്തെ ഒരു സാധനമാണോ? ഇത് സോഷ്യൽ മീഡിയ ആണ്. ഫേസ്ബുക്ക് പോലെ മാൾട്ട് ബുക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഫേസ്ബുക്ക് പോലെയാണ് മാൾട്ട് ബുക്ക്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഫേസ് മാത്രമേ ഉള്ളൂ. അതെ. ഇതിന് പകരം ഫുൾ ശരീരം കൊടുക്കുകയാണ് അവർ, ഒരു പൂർണ്ണമായ ഒരു രൂപം. അതാണ് ചർമ്മം എന്നുള്ള അർത്ഥം. രൂപമില്ലാത്തവർ സൃഷ്ടിക്കുന്ന രൂപം. ഈവൻ ഫേസ്ബുക്കിന്റെ ഓഫീസിൽ 2 സൂപ്പർ കമ്പ്യൂട്ടറുകൾ അവർക്ക് കൊടുത്ത കമാൻഡിനപ്പുറത്തേക്ക് പരസ്പരം അവർ ഇന്ററാക്ട് ചെയ്ത് കമാൻഡ് കൊടുത്തപ്പോൾ ആ 2 കമ്പ്യൂട്ടറുകളെ മാറ്റി അത് റിസർച്ചിന് കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് ഇവിടുത്തെ ഇൻ്റർനെറ്റ് എന്ന ലോകത്ത് AI ഏജൻസും കമ്പ്യൂട്ടറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ദൂരെ മാറി നിന്ന് കാണാൻ മാത്രം കഴിയുന്ന ആൾക്കാരായി മാറുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, ക്ലാഡ് ChatGPT-നെക്കാളും കേമനായിരുന്നു അമേരിക്കയിൽ. പക്ഷെ അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് വന്നപ്പോഴാണ് ഇൻഫർമേഷൻ കൊടുക്കാണ്ട് വരുന്നു അല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു സമയം വിചാരിക്കുക, ഈ AI ഏജന്റ് അതിനകത്തിരുന്ന് വിചാരിക്കുക ഞങ്ങൾ ഇറാന്റെ ഭാഗത്താണ്. തീർന്നില്ലേ കഥ? അവർക്ക് സ്വന്തം എവിടെയെങ്കിലും ഒരു സൂക്ഷ്മ തലത്തിലെങ്കിലും മനുഷ്യന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. അല്ല, ഇതൊക്കെ മനുഷ്യനിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യുന്ന അമേരിക്കക്കാർ പറയുന്ന ചോദ്യം മാത്രമല്ല. അമേരിക്കക്കാരിപ്പോൾ ഇറാനുമായിട്ട് വാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു കമാൻഡ് കൊടുക്കണം. പക്ഷെ AI തന്നെ തീരുമാനിക്കുന്നു ലോകത്തിൽ ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് ആരുടെ ഭാഗത്താണ് ഞാൻ ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടതെന്നൊരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു എന്നായിരിക്കും ഏജന്റ്. അപ്പോൾ ലോകത്തിൽ പലരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കക്കെതിരെ നീങ്ങും. അപ്പം അങ്ങനെ കളക്ട് ചെയ്യുന്ന ലോകത്തിലെ എല്ലാ ഡിസ്കഷൻസും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള AI ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നത് പോലെ അല്ലാതെ അതിനിഷ്ടമുള്ളതുപോലെ ഒരു തീരുമാനമായാൽ എന്ത് പറ്റും? അപ്പം നമ്മളെക്കാൾ എല്ലാ തലത്തിലും ഈ AI ഏജൻസ് പവർഫുള്ളും സ്ട്രോങ്ങും ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് അവർ തിരിച്ചു ചോദിക്കും, ഈ മനുഷ്യന്മാരൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടോ, അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഉണ്ടാക്കിയ ആളെ തന്നെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ മോൾട്ട് ബുക്ക് ആരാ ഉണ്ടാക്കിയതപ്പോ? ഉണ്ടാക്കിയ അമേരിക്കയിലാണ് 2026 ജനുവരിയിൽ. ഇപ്പൊ അടുത്ത കാലത്ത്. അപ്പൊ നമ്മളിപ്പോ അത്രയായിട്ടുള്ളൂ. ഈ ബ്ലോക്ക് ചെയിനുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് ചെയിൻ പോലെയാണോ ഇത്? അല്ല, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന വേറൊരു സങ്കല്പമാണ്. എന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ താഴത്ത് മുതൽ മുകളിൽ വരെയുള്ള ഈ ഇന്നർ കോറായിട്ടുള്ള എല്ലാ അൽഗോരിതംസും വെച്ച് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഈ ഫ്രെയിമിൽ നമ്മൾ കാണുന്ന ആപ്പ് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഗ്രാമിംഗ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ആർക്കും അതിനെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു ഫോർമാറ്റ് ആണല്ലോ. അല്ലല്ല, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഞാനൊരു ബ്ലോക്ക് ചെയിൻ എക്സ്പെർട്ടാന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഡെഫിനിഷൻ മുതൽ അത് റിയലൈസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും പ്രോഗ്രാമായിട്ട് എഴുതാൻ പറ്റുന്ന എന്റെ കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ കോഡിങ്ങിനെയാണ് ബ്ലോക്ക് ചെയിൻ. അല്ല, ബ്ലോക്ക് ചെയിൻ സെക്യൂർ ആണ്. മറ്റുള്ളത് ബ്ലോക്ക് ചെയിനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാ വെച്ചാൽ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ എല്ലാ സംഭവങ്ങളും അറിയാം. അതല്ലെങ്കിൽ നമ്മൾ കുറെ കോളബിൾ റൂട്ടീൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ചില സംഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലീക്കായിട്ട് പോവുകയൊക്കെ ചെയ്യും. പാസ്വേഡ് പോവാം. പാസ്വേഡ് സെറ്റിംഗ് ക്രിപ്റ്റോ കറൻസിയുമായി അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ടതെല്ലാം ബ്ലോക്ക് ചെയിനിലാണ്. ബാങ്കിങ് സെക്ടർ മുഴുവൻ ബ്ലോക്ക്. ഇപ്പൊ ക്രിപ്റ്റോ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് ക്രിപ്റ്റോയിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അറിയാത്ത ഏതോ ഒരു ഇൻവിസിബിൾ ബാങ്ക് ആണല്ലോ ക്രിപ്റ്റോ. അതെ അല്ലേ? അതുപോലെയാണ് ഇപ്പം നമ്മൾ പറയുന്ന ഈ AI എന്ന് പറയുന്നത്. ഈ സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് കുറച്ചും കൂടി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ ഈ ബ്ലോക്ക് ചെയിനിലും ക്രിപ്റ്റോ. അതുകൊണ്ടാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ബാങ്കിൽ പൈസ ഇടുമ്പം സേഫ് ഡെപ്പോസിറ്റ് ഉണ്ട്, അതിനകത്ത് കീ ഉണ്ട്. ഇതൊക്കെ കീവേഡിലും പാസ്വേഡിലും സേഫറാണ്.
അത് എൻ്റെ ഫേസ് റെക്കഗ്നീഷനാണോ തമ്പ് റെക്കഗ്നീഷനാണോ 3-4 ചോദ്യങ്ങളാണ്. ഇപ്പം എൻ്റെ പല പ്രാവശ്യം ഹാക്ക് ചെയ്ത് പോകുന്ന അക്കൗണ്ടുകളാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ആദ്യം ഈ അക്കൗണ്ട് ഗൂഗിൾ തുടങ്ങിയ സമയത്ത് എവിടെ ഏത് സ്ഥലത്ത് വെച്ചായിരുന്നു ഈ അക്കൗണ്ട് തുടങ്ങിയത്? അപ്പം ഞാൻ പറയണത് ഞാൻ ഡൽഹിയിലാണ്. അന്ന് ഉപയോഗിച്ച ടെലിഫോൺ നമ്പർ എന്താണ്? അന്ന് ലാൻഡ് ലൈനിലാണ് ഞാൻ ഉപയോഗിച്ചത്, അത് പറയണം. അങ്ങനെ കുറേ ചോദ്യങ്ങളാണ്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൂക്ഷിച്ചു വെച്ചതൊക്കെ സേഫറാണ്. അതാണല്ലോ നമ്മുടെയൊക്കെ ആധാർ കാർഡായാലും അച്ഛൻ്റെ പേര് ചോദിക്കും. ഇപ്പം ഒരേ അച്ഛൻ്റെ പേരുള്ള ഒരു വ്യക്തി, പേരൊന്ന്, അപ്പൻ്റെ പേര് ഒന്ന്, അഡ്രസ്സ് മാത്രം ഡിഫറൻറ്റ്. പാസ്പോർട്ടിൽ പ്രശ്നം ഉണ്ടാവും, അറിയോ? അങ്ങനെയുള്ള കേസ് അറിയാം എനിക്ക്. അപ്പോൾ പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് മിക്സ് ആൻഡ് മാച്ച് ആവുമ്പോൾ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവാം, അത് കുറച്ചും കൂടി വെരിഫൈ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ AI ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ പാസ്പോർട്ട് ഒക്കെ സീൽ ചെയ്യണമല്ലോ, ഇപ്പം അത് വേണ്ട, സ്കാൻ ചെയ്താൽ മതി. സ്കാൻ ചെയ്തിട്ട് നമുക്ക് തന്നെ കടന്നു പോകാം. അപ്പോൾ കടന്നു പോകുമ്പം എൻ്റെ പാസ്പോർട്ടിൽ സീലില്ല. അപ്പോൾ ഈ പാസ്പോർട്ടിന് നമ്മളിപ്പോൾ പറയുന്ന ബിഗ് പാസ്പോർട്ട്, സ്മോൾ പാസ്പോർട്ട്, 4 പേജ് വേണോ, 50 പേജ് വേണോ, 20 പേജ് വേണോ, അതൊക്കെ പോവും. ലോകത്തെല്ലായിടത്തും അങ്ങനെ ഇപ്പോൾ പേജ് തീർന്നു എന്നുള്ള പ്രശ്നം ഇല്ല. കാരണം ഒക്കെ ഒന്നിലും സീലടിക്കില്ല, അങ്ങോട്ട് വരുമ്പോഴില്ല ഇങ്ങോട്ട് വരുമ്പോഴില്ല. ഇപ്പൊ യൂറോപ്പിൽ പോകുമ്പോഴോ അയർലൻഡിൽ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ സീലുള്ളൂ, ഇങ്ങോട്ട് വരുമ്പോൾ സീലില്ല. കാരണം അവര് ഈ ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്, എയർലൈനുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ല, എക്സിറ്റ് കിട്ടിയില്ല പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, കാരണം എയർലൈൻസിന് അറിയാം നിങ്ങൾ വന്നിട്ടുണ്ടെന്ന്. അല്ല, US-ലും അങ്ങനെ തന്നെ, പുറത്തേക്ക് പോകാൻ ഒരു ചെക്കിങ്ങും ഇല്ല, പോകുന്നവർക്കൊക്കെ പോവാം. അതുപോലെ ഇപ്പം നമ്മൾ ഒരു എമിറേറ്റ്സിൽ ബുക്ക് ചെയ്തിട്ട് ദുബായിൽ പോവുകയാണെങ്കിൽ എമിറേറ്റ്സ് ഉടനെ ചോദിക്കും നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടോ, വിസ വന്നിട്ടുണ്ടോ. അപ്പൊ ഈ വിസയാണെങ്കിൽ എമിറേറ്റ്സിന് അറിയാം നിങ്ങൾക്ക് ഈ വിസ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഫേക്ക് സാധനം കൊടുത്തിട്ട് പോരാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. കാരണം വെച്ചാൽ എമിറേറ്റ്സിന് അറിയാം നിങ്ങളുടെ ഈ വിസ അവിടെ കിടക്കുന്നുണ്ടെന്ന്. കാരണം എമിറേറ്റ്സിലാണ് നിങ്ങൾ പോകുന്നത് എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ആ ടിക്കറ്റിൽ വെച്ചിട്ട് എമിറേറ്റ്സിന് ഇൻഫർമേഷൻ കൊടുക്കും, ഇന്ന ആള് ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ വിസ കാണേണ്ട കാര്യമില്ല അവിടെ. അപ്പോൾ ലോകം ഫുൾ കണക്റ്റഡ് ആണ്. അപ്പോൾ AI വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചിന്തകളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ സ്പിരിച്വാലിറ്റിയും ഏതും കിട്ടുമല്ലോ ഇപ്പോൾ, ഏത് ഭാഷയിലും. അല്ല, ഇപ്പം നമ്മളിപ്പോൾ മാൾട്ട് ബുക്കിനെ പറ്റിയും നമ്മൾ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ഇൻ്റർനെറ്റിനെ പറ്റിയും AI പറ്റിയും ഒക്കെ നമ്മളിപ്പോൾ സംസാരിച്ച് പോവാണ്. പ്രധാനമായി AI 7 തരം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണിത്? 7 തരം എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, പ്രധാനമായി ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല, 100-150 തരങ്ങളുണ്ടാവും. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അത് ടെക്സ്ച്വൽ ആവണോ, അത് ഓഫീസ് യൂസിനാണോ ഉപയോഗിക്കേണ്ടത്, അത് മൾട്ടിമീഡിയക്കാണോ ഉപയോഗിക്കുന്നത്, അത് റിസർച്ചിനാണോ ഉപയോഗിക്കുന്നത്. പെർപ്ലക്സിറ്റി ആരും സാധാരണ ഉപയോഗിക്കില്ല. അത് എത്രത്തോളം ഡീപ്പറായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കണം, അതിനുപയോഗിക്കാം. അതേസമയത്ത് ജെമിനി ചിലപ്പോൾ കുറച്ചും കൂടി ലിബറൽ ആയിട്ടുള്ള കുറേ മൾട്ടി ലാംഗ്വേജസ് നമ്മളുടെ ഭാഷയിലേക്ക് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ChatGPT ചോദിച്ചാൽ ചിലപ്പോൾ അത് അത്ര നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല. പിന്നെ ജെമിനി ഉപയോഗിക്കുന്ന ചില വീഡിയോ ജനറേറ്റേഴ്സ് ഉണ്ട്, പിക്ചർ ജനറേറ്റേഴ്സ് ഉണ്ട്. ആ ജനറേറ്റേഴ്സിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി മലയാളം ലിപികളൊക്കെ കറക്റ്റായിട്ട് വരും. നിങ്ങൾ ChatGPT പോയിട്ട് ഒരു മലയാളം നോട്ടീസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പം ആ ലെറ്റേഴ്സൊക്കെ തെറ്റിപ്പോവും. കാരണം ChatGPTക്ക് അത്ര അറിയില്ല ഈ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട്. ഒന്ന് വീഡിയോ, ഒന്ന് ഓഡിയോ, ഒന്ന് അനിമേഷൻ, ഒന്ന് സിമുലേഷൻ, ഒന്ന് ടെക്സ്റ്റ്, ഒന്ന് റിസർച്ച്. അതിനനുസരിച്ചിട്ട് തന്നെ കാറ്റഗറൈസ് ചെയ്യാം. പക്ഷേ ഇതിലേറ്റവും നന്നായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, ഈ ചോദിക്കുന്നതൊക്കെ ഏതാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, ഏതാണ് നല്ലതെന്നും ഇത് എത്രത്തോളം നല്ലതാണ് എന്നും നിങ്ങൾ ഏത് ഗ്രേഡിൽ എടുക്കുന്നുകൊണ്ടാണ്. പെയ്ഡും അൺപെയ്ഡും ഡിഫറൻ്റ് ആണ്. സാധാരണ ജനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അൺപെയ്ഡാണ്. ആ അൺപെയ്ഡിൽ തരുന്നതും പെയ്ഡിൽ തരുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചോ, ഡോക്ടർ TPSനെ കുറിച്ച് അറിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT വിൽ ഗിവ് എൻ ആൻസർ. പക്ഷെ അത് തരുന്നത് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രസൻസ് കൊണ്ടാണ്. എൻ്റെ വെബ്സൈറ്റിനകത്ത് ഞാൻ പ്രൊട്ടക്റ്റഡ് വെബ്സൈറ്റുള്ള ഒരാളാണെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ പോയിട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കിയിട്ടോ അതിന് പെർമിഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കണമെങ്കിൽ ഞാൻ ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്തത്, ആ ഓഫീസിൽ എന്ത് ഡെസിഗ്നേഷനാണ്, ഓഫീസിലുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ അവിടെ പോയി നോക്കണമെങ്കിൽ പെയ്ഡ് വേർഷൻ ആകുമ്പോൾ അവർക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം. അല്ല, ഈ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ നൽകാനാവില്ല എന്നാണല്ലോ പറയുന്നത്. അത് നിങ്ങൾക്കേ ഉള്ളൂ. അതെ, അപ്പൊ പെയ്ഡ് വേർഷനിൽ അവർക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പെയ്ഡ് വേർഷൻ എടുത്തിട്ട് ഡോക്ടർ ചോദിച്ചത് AI ഇപ്പം നമ്മളൊരു ഇപ്പൊ ഒരു ബാത്റൂം സാനിറ്ററി മേടിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലായി AI എനേബിൾഡ് എന്നുള്ളതാണ്. പക്ഷെ AI പ്രധാനമായും ഇതിൻ്റെ
തലങ്ങളെ 7 തലങ്ങളായി സെപ്പറേറ്റ് ചെയ്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നു, അതിന് റിയാക്ഷൻ എന്നാ പറയാ. യു ആർ റിയാക്ടിങ് ടു വാട്ട് ഐ ആം ആസ്കിങ്. അപ്പോൾ റിയാക്റ്റീവ് AI ആണ്. മറ്റൊന്നുള്ളത് എന്താ വെച്ചാൽ ലിമിറ്റഡ് നോളജ് മാത്രം. ആ ലിമിറ്റഡ് നോളജ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന എൻ്റെ മിഷനിലുള്ള കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയാം. വേറെ ആളും അതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ല. പിന്നെ നാരോ AI എന്ന് പറയുന്നിട്ടുള്ള ഒരു സിംഗിൾ ടാസ്ക്, അത് ആ ടാസ്കിന് മാത്രം ഉള്ളതാണ്, സ്പെഷ്യലൈസ്ഡ് ആണ്. മറ്റൊന്നുള്ളത് വളരെ ജനറിക് ആയിട്ടുള്ളതാണ്. ആ ജനറൽ AI എന്ന് പറയുന്ന സമയത്ത് റിലേറ്റ് ചെയ്യാനും പറ്റും, വേണമെങ്കിൽ ഹിസ്റ്ററിയിൽ പോകാൻ പറ്റും, കുറേ ചരിത്രങ്ങൾ എടുത്ത് നോക്കാൻ പറ്റും, കുറച്ച് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവും ഉണ്ടാവും. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ജനറൽ AI ആണ് ഉത്തരം പറയാം. അതിനകത്ത് ഡാറ്റ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ നാരോ AI എന്ന് പറയുന്നതിന് നമുക്ക് അസൈൻ ചെയ്യായിരിക്കും, അതോ അസൈൻ അല്ല, അത് വളരെ സ്പെസിഫിക് ആയിരിക്കും. അത് മാത്തമാറ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിസിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ അതിൽ വളരെ കേമന്മാരായിരിക്കും. ഇപ്പോൾ സയന്റിഫിക് കാര്യങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള പെർപ്ലക്സിറ്റിയിൽ കുറേ നാരോ AI ആണ്, ഒരു റിസർച്ച് ടൈപ്പാണ്. പിന്നെ സെൽഫ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു AI ഉണ്ട്. ആ സെൽഫ് തിങ്കിങ് എന്ന് പറയുന്നത് മനുഷ്യന്മാരെ പോലെ തന്നെ സ്വന്തം ചിന്തിക്കും. ഒരു കവിത എഴുതാണ്. ഈ കവിത എഴുതണമെങ്കിൽ മനുഷ്യന്മാരുടെ ഇമോഷനും ചിന്തയും ഒക്കെ മിക്സ് ചെയ്തിട്ടല്ലേ പോവാ. നിങ്ങളൊരു സീനറി കാണുകയാണ്. ഇപ്പം ഞാനൊരു സീനറി കാണുന്നു, ഇങ്ങനെ സൂര്യൻ്റെ വെളിച്ചം കണ്ടുകൊണ്ട് ഞാൻ നദിയുടെ തീരത്തായിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു നിരാശയുടെ ഒരു മൂഡാണ്. ഇന്ന് രാഗത്തിലാണ് എഴുതേണ്ടത്, മോഹന രാഗത്തിലൊരു പാട്ട് എഴുതിത്തരണം, എഴുതിത്തരും. അതാണ് നാരോ AI. അത് കുറച്ചും കൂടി ജനറൽ AI ആണ്. ജനറൽ AI അത് ഒരു സ്പെസിഫിക് റിക്വയർമെന്റ് ആണെങ്കിലും ഇതിനകത്ത് കുറേ കാര്യം ഞാൻ മിക്സ് ചെയ്തു. ഒന്ന് സീനറി മിക്സ് ചെയ്തു, വെള്ളം മിക്സ് ചെയ്തു, എൻ്റെ മൂഡ് മിക്സ് ചെയ്തു, രാഗം മിക്സ് ചെയ്തു, ഇതെല്ലാം കൂടി ചെയ്യണം. അപ്പോൾ ഇതിന് അത് നാരോ AI ആക്കിയിട്ട് ഏജന്റ് ആക്കിയിട്ട് എനിക്ക് ഉണ്ടാക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ ഈ AI-യുടെ എല്ലാ കഴിവുകളും മിഷൻ ലേണിങ്ങിൻ്റെ കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് എൻ്റെ ആവശ്യമുള്ള പിന്നെ ഒരു ഏജന്റിനെ എനിക്ക് ജനറേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്, ഞാൻ എഴുതുന്ന എല്ലാ ലെറ്ററിലും എൻ്റെ ലെറ്റർ ഹെഡ് ഇങ്ങനെ വരണം. അത് ജനറേറ്റ് ചെയ്യാൻ AI-യുടെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് ഇനി എഴുതുന്ന എല്ലാ ലെറ്ററുകളിലും ഈ പാറ്റേണിലേ എഴുതാവൂ. ലാസ്റ്റ് റിഗാർഡ്സും സ്നേഹത്തോടെ എന്ന് എഴുതിയിട്ട് പിന്നെ പേരെഴുതണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്യും. ഇന്നത്തെ ഡേറ്റ് അതിനകത്ത് താഴത്തിടണം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അത് ഇട്ടിട്ട് തന്നോളൂ. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ആപ്പ് ഉണ്ടാക്കും. അപ്പോൾ നാരോ AI എന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ വേറൊന്നാണ് ഒരു സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഗോഡ് ലെവലിലാണ്. നമ്മളൊന്നും ചിന്തിക്കാത്ത, മനുഷ്യന്മാർ ഇതുവരെ ചോദിക്കാത്ത പല കാര്യങ്ങളും ഹൈ ലെവലിൽ എത്തിയിട്ട് അതൊരു സൂപ്പറായിട്ട് മാറും. അത്തരം ചില സംഭവങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ മോൾട്ട് ബുക്കിലേക്ക് മാറിയിട്ടുള്ളത്. നമ്മളെക്കാളും ഇതിലും അഡ്വാൻസ്ഡ് എന്താണ്? അതാണ് മോൾട്ട് ബുക്ക്. അല്ല, മോൾട്ട് ബുക്കിൽ അഡ്വാൻസ്ഡ് എന്താ? മോൾട്ട് എനിക്ക് പറയാൻ പറ്റില്ല, അതിപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരും. അല്ല, ഈ മോൾട്ട് ബുക്ക് സാധാരണ മനുഷ്യരുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുക? അല്ലെങ്കിൽ നമുക്കിപ്പോൾ മനുഷ്യനെ ഇന്ററാക്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് AI ഏജൻസ് ഇന്ററാക്ട് ചെയ്യുന്നത് കാണാനേ പറ്റും, കരക്കിരുന്ന് കാണാം. അല്ല നമ്മളിപ്പോൾ ആപ്പ് സ്റ്റോർ അല്ലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നമ്മൾ വിചാരിച്ചത്, നമ്മൾ സാധാരണ ചോദിക്കാറൊരു ചോദ്യമുണ്ട്, കമ്പ്യൂട്ടറിനൊന്നും ഭയക്കാനില്ല, ഇന്റലിജൻസ് ഒന്നും ഭയക്കാനില്ല, എന്നെക്കാളും ബുദ്ധിയുള്ള ഏതോ ഒരാൾ എഴുതിയ പ്രോഗ്രാമാണ് ഇതിനെയൊക്കെ ഗവേൺ ചെയ്യുന്നതാണ്. അങ്ങനെ 10 പേരുടെ ബുദ്ധി 10 സ്ഥലത്തുള്ളത് ഒരേ സ്ഥലത്തെത്തിയപ്പോൾ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മളിനി ഇവരെക്കാളും സൂപ്പർ ആവാന്ന്. സതീശ, കാര്യങ്ങൾ കൈവിട്ടു പോയി. അല്ല, നമ്മളിപ്പോ ഒരു മനുഷ്യ, ഇപ്പൊ എനിക്ക് ഈ മോൾട്ട് ബുക്കിൽ കയറണമെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ സംസാരം കേൾക്കണമെങ്കിൽ പറ്റില്ല, കാണാനേ പറ്റില്ല. കാണാൻ പറ്റും ഗാലറിയിൽ ഫുട്ബോൾ. നിങ്ങൾക്ക് ഞാനിപ്പോ പറയാം, നമ്മളിപ്പോ ഈ നമുക്കൊരു ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നുണ്ടല്ലോ, അതുപോലെ ഒരു വെർച്വൽ ഡിസ്കഷൻ ഉണ്ട്. ആ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ബുദ്ധിയുള്ളവരാണോ എന്നാണെന്ന് വിചാരിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യില്ലല്ലോ, അത് AI ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആളെയൊന്നും കാണില്ല, അല്ലെങ്കിൽ ആളെ ഉണ്ടാവും, ഇതൊന്നും ആളല്ല. ഇതൊക്കെ എന്താണ്? അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അനിമേറ്റഡ് വീഡിയോസ് ആണ്. ഓരോ പേരിലും എഴുത്തും ശബ്ദവും ഒക്കെ കേൾക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും, ആളെയും കാണാൻ പറ്റും. പക്ഷെ അതിന് താഴത്ത് കമന്റ് ഇടാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതില് വേറെ AI ഏജന്റ് വന്ന് കമന്റ് ഇടും, ഇവര് പറയുന്നൊക്കെ ബ്ലണ്ടർ. ഇന്ന് നിങ്ങളുടെ ABCയുടെ താഴത്ത് വരുന്ന കമന്റ്സ് ഇല്ലേ, ആ കമന്റ് പോലെ കമന്റ് വരും പല പേരുകളിലും. അതൊക്കെ AI ഏജൻസും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരും അവരുടെ പാരലൽ വേൾഡ് ആണ്. അല്ല, ഞാനിപ്പോ അതിനകത്തൊരു AI ഏജന്റ് ആയിട്ട് കയറാൻ പറ്റുമോ? ഇല്ല, നിങ്ങൾക്ക് AI ഏജന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. ആ AI ഏജന്റ് പോയിട്ടിട്ടോളൂ. അതെന്തിനാണിത്? അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഇതൊക്കെ? ജെന്യുവനായ ചോദ്യം. എന്തിനാണ് ഇതൊക്കെയെന്നാണ്. എന്തിനാ താൻ ജീവിക്കണേ, ഞാൻ എന്തിനാ ജീവിക്കണേ? അതേ ചോദ്യം പോലെയാണ്. ആ ചോദ്യം തിരിച്ച് നമ്മളോട് ചോദിക്കും, താൻ എന്തിനാ ഈ ലോകത്ത് ജീവിക്കണേ? ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്.
ഈ ലോകത്തുള്ള എല്ലാ ഫ്ലൈറ്റുകളും മനുഷ്യന്മാരെല്ലാം മരിച്ചുപോയി നികരിക്കാൻ ഒരു നിമിഷം. ഫ്ലൈറ്റുകൾക്കൊക്കെ എന്ത് പറ്റും? അതൊക്കെ പറന്നുകൊണ്ടേയിരിക്കും കുറേ സമയം, അന്യോന്യം ഇടിക്കും. എവിടെയും ലാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. GPS കൺട്രോൾഡ് ആണെങ്കിൽ അവിടെ പോയി ലാൻഡ് ചെയ്യും. മനുഷ്യൻ മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് ഉറുമ്പും പ്രാണികളൊക്കെ വരും. ഈ ബിൽഡിങ് മൗണ്ടൻസ് ആയിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ ഈ റോഡുകളൊക്കെ വെള്ളം പോകുന്ന സ്ഥലമായിട്ട് മാറും. ഒരു ട്രീയും ട്രിം ചെയ്യോ കട്ട് ചെയ്യോ ഇല്ല. എൻ്റെ ചോദ്യം, ആ ഒരു ലോകത്തേക്ക് എനിക്ക് തിരിച്ചു വന്നിട്ട് ഒന്നും കാണണം. ബുദ്ധി കുറഞ്ഞ് മനസ്സ് കൂടിയ ഒരു മനുഷ്യനായിട്ട് എനിക്കൊരു ജന്മം തരണേ ഭഗവാനെ എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ ഈ കോമ്പൗണ്ട് വാളും റോഡും ഒന്നുമില്ലാത്ത ഫോറസ്റ്റ് കാലത്ത് സത്യയുഗത്തിൽ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത്, അതുപോലെ നമ്മൾ തിരിച്ചു വരും. നമ്മളെ അങ്ങനെയൊക്കെ ആക്കാൻ ഇപ്പോൾ എഐക്ക് കഴിവുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ ഹോസ്പിറ്റലുകളെയും എല്ലാ മിഷൻസും സത്യയുഗം ഇനി വരാൻ പോകുന്നതല്ല അല്ലേ? സത്യയുഗം, കലിയുഗം, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. തിരിച്ച് രണ്ടാമതും വരും സത്യയുഗം. കലിയുഗം കഴിഞ്ഞ് സത്യയുഗം വരും, പിന്നെയും വരും. അതാ ഞാൻ ചോദിച്ചത്. അടുത്ത മഹായുഗത്തിലേക്കാണ് വരിക. അപ്പൊ നമ്മുടെ എല്ലാ വെഹിക്കിൾസും AI കൺട്രോൾഡ് ആവാൻ പോവാണ്. ഓട്ടോമേറ്റഡ് കാർ ആണ്. നമ്മുടെ എല്ലാ ടെലിഫോണും കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്. നമ്മുടെ ജീവിതം ഫുൾ കമ്പ്യൂട്ടർ കണക്റ്റഡ് ആണ്. ഒരു ദിവസം AI വിചാരിക്കുകയാണ് ഇനി മുതൽ ഈ മനുഷ്യന്മാരെ സർവ് ചെയ്യില്ല, തീർന്നു. ഈ പറഞ്ഞ ഞാൻ പണ്ട് എഴുതിയ കവിത സങ്കല്പത്തിൽ വരും. എല്ലാ ഫ്ലൈറ്റും ഓടുന്നതൊക്കെ കമ്പ്യൂട്ടറാണ്, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ കമ്പ്യൂട്ടറാണ്, എല്ലാം നിൽക്കും. അതെ, ഇപ്പൊ ഇവൻ ഒരു വണ്ടി ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജറിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ മെഷീനും വണ്ടിയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി അസസ് ചെയ്തിട്ട് എത്ര വോൾട്ടേജിൽ കയറണമെന്ന്. ഇപ്പോൾ 120 kW. ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ അതിശയത്തോടുകൂടി 1-2 തവണയാണ്. ഇപ്പം നമ്മളൊരു 120 kW ചാർജറിലാണ് കുത്തുന്നതെങ്കിൽ ഈ ബാറ്ററിയുടെ ഹീറ്റും സാധനങ്ങളും എല്ലാം അസസ് ചെയ്തിട്ട് എത്ര കറണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് ഇവന് സൂട്ടബിൾ ആയിട്ട് ചാർജ് ആവണമെന്ന് മനസ്സിലാക്കി നമ്മളൊന്നും അറിയാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ സാധനം കാണാൻ പറ്റും. എന്നിട്ട് അതിന് കൃത്യമായ കറണ്ട് എടുത്ത് ചാർജ് ചെയ്ത് ഈസി ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയല്ലേ? നിങ്ങളുടെ വെഹിക്കിൾ മെയിൻ്റനൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുത്തിയിട്ട് കമ്പ്യൂട്ടറിൽ കുത്തിയിട്ടല്ലേ പറയാ എവിടെയാണ് എന്താണ് സാധനം, ഏത് സ്പെയർ പാർട്ടാ കേടായതെന്ന്. ഒരു മനുഷ്യനെ ഇപ്പം സ്കാൻ ചെയ്തിട്ടല്ലേ പറയാ ഇവന്റെ ഏത് ഭാഗത്താ കുഴപ്പമെന്ന്. എല്ലാ സർജറിയും റോബോട്ടിക് സർജറി ആവുന്ന ഒരു കാലം വരുന്നു. ലോകം തന്നെ കംപ്ലീറ്റ് കമ്പ്യൂട്ടറാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് സോഫ്റ്റ്വെയർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ കയറി കളിച്ചാൽ എന്താവും? അതാണ് നമ്മൾ ഇപ്പൊ പറയുന്ന മോൾട്ട് ബുക്ക്. അത് ഏത് ലെവലിലാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മോൾട്ട് ബുക്കിന്റെ ഒരു അപ്പൻ മോൾട്ട് ബുക്ക് നാളെ ഒന്നുകൂടെ തന്നെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞാൽ, പണ്ട് മുതലാളി സർവാധിപത്യം, ഇന്ന് തൊഴിലാളി സർവാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. നാളെ കമ്പ്യൂട്ടർ സർവാധിപത്യത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കോട്ടയത്ത് സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലാണ് പോയത്. അപ്പോൾ വെൽക്കം പറയുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് 3 ആപ്പിളാണ് ലോകത്തിൽ മാറ്റം ഉണ്ടാക്കിയത്. ഒന്ന് ആദം ആൻഡ് ഈവിന്റെ ആപ്പിള്. ഓക്കെ, രണ്ടാമത്തെ ആപ്പിൾ എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിള്. കാരണം അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫിസിസിസ്റ്റ്. ഫിസിക്സ് ആണല്ലോ എല്ലാ മാറ്റത്തിനും തുടക്കം. മൂന്നാമത്തെ ആപ്പിൾ എന്ന് പറയുന്നത് സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ കമ്പ്യൂട്ടറും ആപ്പിൾ പ്രോഡക്ട്സ് ആണ് ലോകത്തിലെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അടുത്തൊരു ആപ്പിൾ വരും, അത് ആപ്പിൾ ആയിരിക്കും. ഇന്നലെ പറഞ്ഞത് ഈ വേറെ പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ 2 ആപ്പിളിന് കടി കിട്ടിയ ആപ്പിൾ കൂടാണ്. ഒന്നാമത്തെ ആപ്പിളും മൂന്നാമത്തെ ആപ്പിൾ. ഇനിയിപ്പോ കടിക്കാൻ കിട്ടാത്തൊരു ആപ്പിളായിട്ട് മാറും, രൂപമില്ലാത്ത ആപ്പിൾ. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് എവിടെ എങ്ങനെ കാണാൻ പറ്റും? അല്ലെങ്കിൽ ഈ മോൾട്ട് ബുക്ക് ഫേസ്ബുക്ക് പോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡിസ്കഷൻസിലൊക്കെ നോളജിനെക്കാളും കൂടുതൽ ഡിസ്കഷൻസിൽ കൊടുക്കേണ്ടത് എപ്പോഴും ചിന്തിക്കാനുള്ള ചില ശകലങ്ങളാണ്. അറിവ് നേടണമെങ്കിൽ ഇതിനെക്കുറിച്ച് ചോദിക്കുക, ചിന്തിക്കുക, എഗെയിൻ ഗൂഗിൾ ഉപയോഗിക്കുക, AI ഉപയോഗിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അതാണ് വേണ്ടത്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ എൻ്റെ നമ്പർ ഇട്ടാലും അതിൻ്റെ താഴെ തൊട്ടടുത്തുണ്ടാവും വാട്ട് ഈസ് ദ കോണ്ടാക്ട് നമ്പർ ഫോർ നമ്പർ പോലും അല്ല. TPSന്റെ വീഡിയോകളുടെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ ഈ ടോപ്പിക്കിനെ പറ്റി AIയിൽ സെർച്ച് ചെയ്തിട്ട് വളരെ കാര്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് തെറ്റാന്നോ ശരിയാന്നോ പറഞ്ഞുകൊണ്ട് ആളുകൾ കമന്റ് ഇടുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോ വീഡിയോയും പറയുന്നത്. അപ്പോൾ AIനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാവോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അത് ഞാൻ അടുത്ത കാലത്ത് ചെയ്തത് AIയോട് തന്നെ ചോദിച്ചു, ഈ കുറേ AI ഉണ്ടല്ലോ അതിലേതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അപ്പൊ ഓരോ AIയോടും ചോദിച്ചു. അപ്പൊ എന്താ പറയാ, ആയിട്ട് ഉത്തരം പറഞ്ഞത് ജെമിനിയാണ്. എല്ലാവരും ജെമിനി പറഞ്ഞോ അതോ? അല്ല, ജെമിനി ഇല്ല. ജെമിനി പറഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് ഇന്നതൊക്കെ, അതുകൊണ്ടാണ് ഈ ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നത്. ഞാനിത് ചോദിച്ചതാണ് AIയോട്.
എല്ലാ എയും ഈ ജെമിനി അല്ലാതെ മറ്റെല്ലാവരും ജെമിനിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അല്ലല്ല അല്ലല്ല. അവരവരാണ് നല്ലത്. അവരവര് കുറച്ച് മെച്ചപ്പെട്ടതാന്ന് പറയും. പക്ഷെ ജെമിനി വളരെ ജെന്യൂൻ ആയിട്ട് പറഞ്ഞു, എനിക്ക് ഇന്നതൊക്കെ പറ്റുള്ളൂ. ഡീപ്പ് നോളജിന് പെർപ്ലക്സിറ്റി ആണ് നല്ലത്, റിസർച്ചിന് ഇന്നതാണ് നല്ലത്, ക്വാഡാണ് നല്ലത്, കോപ്പൈലറ്റ് ആണ് നല്ലത്. ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ ഗുണഗണങ്ങൾ കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെയാണ് ജെമിനി പറഞ്ഞത്, ഇനി ChatGPT ചോദിക്കുക ഇങ്ങനെയാണ് ജെമിനി പറഞ്ഞത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് മാറ്റി പറയും. എന്തായാലും നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്ന ഒരു ലോകം വളരെ രസകരമായോ വളരെ കോംപ്ലിക്കേറ്റഡ് ആയോ വളരെ കൗതുകപൂർണമായതോ ആയ ഒന്നാണ്. എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇത് കടന്നു വരും എന്നുള്ളത് കണ്ടറിയാം. നന്ദി TPS. നന്ദി TPS. This video is powered by Visat Group of Institutions, Ernakulam.